വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ കോതകര ടി.എ. കനാലിന്റെ നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് കോതകര ടി.എ. കനാലിന്റെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചില കല്ല് കെട്ടി കരകൾ സംരക്ഷിക്കേണ്ടത്, തോടുകൾ സംരക്ഷിക്കേണ്ടത്, ചില ചെക്ക് ഡാമുകൾ നിർമ്മിക്കേണ്ടതൊക്കെ വരുന്നത്. അതിനായിട്ടാണ് ഇവിടെ നിന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പിന് ഇക്കാര്യത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരിടപെടൽ KLDCയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 1,68,00,000 രൂപ അനുവദിച്ചത്. നമുക്ക് ചിലപ്പോൾ ഈ പൈസയെല്ലാം ലഭിക്കുന്നതിനകത്ത് ഒരുപാട് തടസ്സങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ മാത്രം വിചാരിച്ച് ലഭ്യമാകുന്നില്ല. സമയാസമയങ്ങളിൽ ഈ പണമൊക്കെ ലഭ്യമാക്കേണ്ടതിനകത്ത് കേന്ദ്രത്തിൽ നടക്കാൻ പണം ലഭ്യമാവേണ്ടതുണ്ട്. അത് ലഭ്യമാവാതെ വരുമ്പോൾ നമുക്കൊരു ധനകാര്യ പ്രതിസന്ധി ഉണ്ടാവും. ധനകാര്യ പ്രതിസന്ധി എന്തോ സംസ്ഥാന സർക്കാർ വരുത്തി വെച്ചതാണ് എന്ന് ധരിക്കുന്നവരും ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. കേരളം പോലൊരു സംസ്ഥാനം നമുക്ക് ചെലവഴിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. എന്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടതായി വരുന്നു. വരുമാനം വലുതായി കൂട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടാവും, വലിയ ശമ്പളം കിട്ടണമെന്ന്. പക്ഷെ നമുക്കൊക്കെ ഒരു പരിമിതി ഉണ്ടാവും കിട്ടുന്ന കാര്യത്തിനകത്ത്. ലഭ്യമാകുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മളപ്പോൾ കടം മേടിക്കാമെന്ന് വിചാരിക്കും, സ്വർണം പണയം വെക്കാൻ നോക്കും, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ നോക്കും, വേറെ എവിടെ നിന്നെങ്കിലും ലോൺ എടുക്കാൻ നോക്കും. ഇതാണ് വീടുകൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി. അതിൻ്റെ പരിഹാരമാകും. MS അരുൺകുമാർ MLA അധ്യക്ഷനായി. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഇതിൻ്റെ ഭാഗങ്ങളിൽ, വിവിധങ്ങളായ ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിനു ശേഷമാണ് നിയമസഭയിൽ ടി.എ. കനാലുമായി ബന്ധപ്പെട്ട് ഒരു സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. ടി.എ. കനാലിൻ്റെ മുഴുവനുള്ള മണ്ഡലത്തിലെ മുഴുവനുള്ള നവീകരണത്തിന് വേണ്ടി ഏതാണ്ട് 30 കോടി രൂപയിലധികമാകും എന്നാണ് അന്ന് മന്ത്രി മറുപടി പറഞ്ഞത്. മിനിസ്റ്റർ എന്ന് അവിടെ ഉണ്ട്. മിനിസ്റ്ററും ഇത് എൻ്റെ നാട്ടിലെ കാര്യമാണെന്ന് പ്രത്യേകമായി അപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്ന സമയത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D. രോഹിണി സ്വാഗതം പറഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ടി.എ. കനാലിൽ വെള്ളം പൊങ്ങി അവരുടെ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യത്തിൽ അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ദുഃഖം, ആ ഒരു ദുരിതം ഒഴിവാക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് ഈ ഒരു അപേക്ഷ, അതായത് ടി.എ. കനാൽ, കോതകര പുഞ്ചത്തോട് ടി.എ. കനാലിൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും ഫണ്ടിന് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിച്ചു. വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ്, വാർഡ് മെമ്പർ ഇന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.